ഇന്നലെ ആയിരുന്നല്ലോ മമ്മൂക്ക ഗൗതം വാസുദേവ് മേനോൻ ചിത്രമായ ഡൊമിനിക് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ റിലീസായത്. മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലാണ് ടീസർ എത്തിയത്. ടീസറിന് നെഗറ്റീവും പോസിറ്റീവും റെസ്പോൺസ് ആണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ടീസറിന് നെഗറ്റീവ് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ച ആ ഒരു മീറ്ററിലേക്ക് ഈ ഒരു ടീസർ എത്തിയില്ല എന്നതാണ് പ്രധാന കാരണം. മമ്മൂക്ക സിനിമകളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതോടൊപ്പം തന്നെ ടീസറും ട്രെയിലറെല്ലാം വരുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹൈപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടേക്ക് എത്തപ്പെടാൻ ഡൊമിനിക് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസറിന് സാധിച്ചിട്ടില്ല. മമ്മൂക്കയും ഗൗതം വാസുദേവ് മേനോനും ഒന്നിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വളരെ വലിയ പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ പ്രതീക്ഷ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിൽ തന്നെയാണ് ചിത്രത്തിന് ഡൊമിനിക്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മാസ് പ്രതീക്ഷിക്കും? ആ ഒരു മാസ് പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ ഒരു ടീസർ കാണുന്നതെങ്കിൽ ആ ഒരു മീറ്ററിലേക്ക് ഉയരാൻ ഈ ഒരു ടീസറിന് സാധിക്കില്ല. ഗൗതം വാസുദേവ് മേനോൻ മമ്മൂക്കയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിന്റെ ജോണർ എന്താണെന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഈ ഒരു ടീസർ വാച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായി മാറും. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ നമ്മൾ കേട്ടതാണ് ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണെന്നും ഇതൊരു കോമഡി ട്രാക്കിലൂടെയാണ് കഥ പറയുന്നത് എന്നും അത്തരത്തിലുള്ള റൂമേഴ്സ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞതാണ്. അങ്ങനെയാണ് ഈ ഒരു ടീസറിനെ നിങ്ങൾ സമീപിച്ചതെങ്കിൽ നെഗറ്റീവ് ഇല്ലാത്ത ടീസറായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫാൻസിന്റെ ഇടയിൽ തന്നെ ടീസറിന് രണ്ട് അഭിപ്രായം വന്നതോട് കൂടെ തന്നെ നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ്ങും ഡൊമിനിക് എന്ന മമ്മൂക്ക ചിത്രത്തിന് ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. സിനിമയുടെ അണിയറ പ്രവർത്തകർ കൂടുതൽ ഹൈപ്പിലേക്ക് സിനിമയെ തള്ളിവിടാതെ സിനിമയുടെ ജോണർ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരുന്ന ടീസർ തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ട്രെയിലറും കൂടെ വരുന്ന സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.